ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ ദേവികുളത്തുള്ള ബോട്ടിൽ ബ്രഷ് എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയിലാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളവിടെ ബാൽക്കണിയിൽ നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. രാവിലെ 6:30. അപ്പോൾ ഇത് നമ്മുടെ സ്യൂട്ട് റൂമാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരു മോർണിംഗ് വാക്കിന് പോകുമ്പോഴാണ്. അപ്പോൾ 6:30 നമ്മളോട് താഴെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. താഴേക്ക് ഇറങ്ങാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണർ. ഒന്ന് പരിചയപ്പെടുത്തിയേ. ഞാൻ പ്രഫുല്. ആക്ച്വലി ജനിച്ചു വളർന്നത് ഇവിടെ ദേവികുളത്ത് തന്നെയാണ്. ഞാനൊരു 16-17 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബോട്ടിൽ ബ്രഷ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങിയത് 2017 സെപ്റ്റംബർ 7-ാം തീയതിയാണ്. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് 2017 വരുന്നത്. അതിന് മുമ്പ് ഞാനൊരു 16 വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടൂറിസത്തിൻ്റെ പൾസൊക്കെ മനസ്സിലാക്കി, നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാക്കിയതിന് ശേഷം തുടങ്ങിയതാണ്. പിന്നെ ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്? നമ്മൾ പോകുന്നത് ഹാരിസൺസിൻ്റെ ടീ പ്ലാന്റേഷനാണ്. ഹാരിസൺസിൻ്റെ ഇവിടെ അടുത്ത 2 ടീ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാനിലയും ഒന്ന് ലാക്കാട് എന്ന് പറയുന്ന എസ്റ്റേറ്റുകളാണ്. നമ്മുടെ ഇവിടുത്തെ ഓരോ എസ്റ്റേറ്റും പെക്യുലർ ആയ പേരുകളാണ് അറിയപ്പെടുന്നത്. മാനില എന്ന് പറയുന്ന എസ്റ്റേറ്റ് വഴി പോയിട്ട് ലോക്കാട് എന്ന് പറയുന്ന എസ്റ്റേറ്റ് വഴി ടീ മ്യൂസിയം ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരും. ആ വോക്ക് എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ ഹിഡൻ ബ്യൂട്ടി എന്ന് പറയുന്നത് ആ വോക്കിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പലർക്കും ഈ പ്ലാന്റേഷൻ വോക്ക് എക്സ്പീരിയൻസ് ഇല്ല ഇവിടെ. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് നേച്ചറിനകത്തൂടെ നടക്കണം. നമുക്ക് ശരിക്കും ഒരു ലാപ്പ് ഓഫ് നേച്ചറാണ് നമ്മുടെ ഈ വോക്ക് എന്ന് പറയുന്നത്. നമുക്ക് അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ സൈഡിലേക്ക് തന്നെയുള്ളൊരു ചെറിയ വഴിയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രഫുൽ ബ്രോ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഉണ്ട് കയറിയിട്ട് തേയിലത്തോട്ടത്തിലേക്ക് എത്തിയിട്ടാ. മടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയില്ല. എന്നും പുതിയ പുതിയ കാഴ്ചകളാണ്. കോട ഉണ്ടാവാറില്ല രാവിലെ സമയത്ത്? ഫുള്ള് കോടയാണ്. നമ്മൾ പോകുന്ന വഴി. അതിൻ്റെ കാര്യം എന്നറിയാമോ, ഈ മൂന്നാറിൽ നമ്മൾ അതിശൈത്യം വരിക എന്ന് പറയില്ലേ, അതിശൈത്യം വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് ലോക്കാട് ടീ എസ്റ്റേറ്റ്, ഓൾഡ് ദേവികുളം, പിന്നെ സൈലന്റ് വാലി എസ്റ്റേറ്റിൽ, അതായത് നമ്മുടെ ഇവിടെയുള്ള പാലക്കാടുള്ള സൈലന്റ് വാലി അല്ല, മൂന്നാറിൽ സൈലന്റ് വാലി എസ്റ്റേറ്റ്, പിന്നെ നല്ല തന്നെ എസ്റ്റേറ്റ്. ഈ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിനകത്തൊരു എസ്റ്റേറ്റിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. എപ്പോഴും കോടയും ഏറ്റവും തണുപ്പ് കഴിയുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഇതൊരു എസ്റ്റേറ്റാണ്, ഹാരിസൺസിൻ്റെ ടീ പ്ലാന്റേഷനാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ അല്ല, ഹാരിസൺസിൻ്റെ ആണ്. ഓരോ എസ്റ്റേറ്റിനും ഓരോ ഡിഫറെൻറ്റ് പേരുകൾ. ഈ എസ്റ്റേറ്റിൻ്റെ പേര് മാനില എന്നാണ്. നമ്മൾ മാനില പെക്യുലർ പേരുകൾ. ഇനി നമ്മൾ നടന്ന് തിരിച്ചു വരുന്നത് ലോക്കാട് എന്ന് പറയുന്ന എസ്റ്റേറ്റ് വഴിയാണ്. ഈ ലോക്കാട് ടീ മ്യൂസിയം ഉണ്ട്. ഏഷ്യയിലെ ടീ മ്യൂസിയം കൺസെപ്റ്റ് ആദ്യം തുടങ്ങിയത് 2 മൂന്നാർ. ഒന്ന് ടാറ്റ ടീ മ്യൂസിയം മൂന്നാർ, പിന്നെ ഹാരിസൺസിൻ്റെ ടീ മ്യൂസിയം ലോക്കാട് എസ്റ്റേറ്റ്. അപ്പം നമ്മൾ അതെല്ലാം കണ്ടാണ് തിരിച്ചു വരിക. അതുപോലെ വേറൊരു കാര്യം, ഈ തേയില നുള്ളുന്നത്, തേയിലയുടെ ഇത്രയും ഭാഗമാണ് നമ്മൾ തേയില നുള്ളാനായിട്ട് എടുക്കുക കേട്ടോ. ബസ്സിലെ ഇത്രയും ഭാഗമാണ് എടുക്കുക. ഇതിൽ തന്നെ ഈ കൂമ്പ് കേട്ടോ, ഈ കൂമ്പ് മാത്രം എടുക്കുന്നതാണ് നമ്മൾ ഈ ഐസ് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. അതിന് 3800 രൂപ 3900 രൂപയാണ് ഒരു കിലോ റേറ്റ്. ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്ത് UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ സൈഡിലേക്ക് പോവാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് ടീ കൾട്ടിവേഷൻ സോണുകളുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഉണ്ട്. ഈ ഫാക്ടറി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് മേക്കിംഗ് ടീ, ഏൻഷ്യൻ ഹിസ്റ്ററി ഓഫ് മൂന്നാർ, അങ്ങനെ എല്ലാം കാണാൻ പറ്റും. നല്ല രസമാണ്. നമുക്ക് ഭയങ്കര അറിവിന് പറ്റുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് അവിടെ. ഈ പഴയ കാലത്തുള്ള ഒത്തിരി സംഭവങ്ങൾ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിയം പോലെ. പിന്നെ വേറൊരു കാര്യം സെൽഫായി, ഓരോ എസ്റ്റേറ്റിനും ഓരോ ബംഗ്ലാവുണ്ട്. ഒരു മാനേജറുണ്ട്, അവർ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവിൻ്റെ ഏറ്റവും ബാക്കെൻഡാണ് ഈ കാണുന്നത്. അതിൻ്റെ ടോപ്പ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. 90s ഈ ബംഗ്ലാവ് ബോളിവുഡ് മൂവിക്ക് ഷൂട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൽമാൻ ഖാൻ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും സൽമാനെ നേരിട്ട് കാണുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാർ എപ്പോഴും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, പ്രൈം ലൊക്കേഷനാണ്. ഈ പറഞ്ഞ പോലെ ചെന്നൈ എക്സ്പ്രസ് ഷാരൂഖിന്റെ മൂന്നാറായിരുന്നു, ഫുള്ള് മൂന്നാറായിരുന്നു. പിന്നെ അമിതാഭ് ബച്ചന്റെ നിശബ്ദ മൂവി, ഇപ്പൊ ഇറങ്ങിയ നായാട്ടുണ്ടല്ലോ മലയാളം മൂവി, അത് മുഴുവൻ വട്ടവടയല്ലേ. പിന്നെ നമ്മള് ഹോം മൂവിയിലെ കുട്ടിക്കാലം നമ്മുടെ സീതാദേവി ലേക്കാണ്. എക്സാക്ട്ലി ആ സീതാദേവി ലേക്കിലാണ് നമ്മുടെ ഉദയനാട് താരത്തിലെ മോഹൻലാലിന്റെ അറിയാതെ പറയാതെ സോങ്ങില്ലേ, ആ ലാഡറൊക്കെ അവിടെയാ. പിന്നെ 3 Dots. ഇപ്പൊ ഒരുവിധം എല്ലാ ഹിറ്റ് മൂവികളുടെയും
ഷൂട്ടിംഗ് ലൊക്കേഷൻ മൂന്നാറാണ്. ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഈ ഒരു നേച്ചർ ഉണ്ടല്ലോ രസമായി ഒന്ന് ഭയങ്കര കാണാൻ ഗ്രേറ്റാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ പക്ഷികളുടെ ചിർപ്പിംഗ് നോയ്സ് മാത്രമേ ഉള്ളൂ. ഫോറിനേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ അവരേറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അതാണ്, ആ വോക്കിംഗ്. ഞാൻ ഫോറിനേഴ്സായിട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് ടു ആൻഡ് ഫ്രോ ഒരു 12 കിലോമീറ്ററോളം നടക്കും. നമ്മൾ ആ മാൻല എന്ന് പറയുന്ന എസ്റ്റേറ്റിൻ്റെ ടീ ലൈഫ് കാണാൻ വേണ്ടി അവരുടെ ലൈൻസ് വരെ നടക്കുക. ഇത് നമ്മളൊരു 2.5 കിലോമീറ്ററിൽ തിരിച്ചു പോകും. പക്ഷേ ആ 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ബ്യൂട്ടി മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വൈൽഡ് ആനിമൽസ് നമ്മുടെ പടയപ്പ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കസ്റ്റമർ ഫ്രണ്ട്ലി ആനയാണ്. പടയപ്പ അടക്കമുള്ള ആനകൾ ഇതിലെ കൂടെ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ രാത്രികളിൽ പാസ് ചെയ്യുന്നതാണ്. കാട്ടുകോഴി, കാട്ടുപോത്ത്, മുയല്, മുള്ളംപന്നി, അങ്ങനെ തുടങ്ങി വൈൽഡ് ആനിമൽസ്. പടയപ്പ മെയിനായിട്ട് റോഡിൽ വരാറുണ്ടെന്ന് പറയുന്ന ഏരിയ എവിടെയാണോ? ഇവിടെയും വരാറുണ്ട്. മൂന്നാർ ടൗണിലുണ്ട്. പുള്ളി ഇങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സിന്റെ സ്റ്റോളൊക്കെ കുത്തി തുറന്ന് പൈനാപ്പിളൊക്കെ തിന്നിട്ട് പോവേ. ആരെയും ഉപദ്രവിക്കുന്ന ഒരു ആനയാണ്. അതുകൊണ്ട് ഭയങ്കര ഫേമസ് ആണ്. ഈ പടയപ്പയുടെ കൊമ്പ് ഭയങ്കര ഫേമസ് ആണ്. വലിയ കൊമ്പാണ്. ഉണ്ടോ? ഈ സമയത്ത് വൈൽഡ് ആനിമൽസിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ളത് കേഴമാനിനെ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ കാട്ടുകോഴി, മുള്ളംപന്നി, ഇതൊക്കെ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ കിട്ടുന്നു. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ നേരെ കാണുന്നത് ചക്രമുടിയാണ് കേട്ടോ. ചക്രമുടി ഫുള്ള് ഞാൻ നേരത്തെ കയറിയേക്കുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ ചക്രമുടി. നമ്മൾ ഇന്നലെ അതിലെ പാസ് ചെയ്ത് നമ്മൾ പോയായിരുന്നു. ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോൾ ആ മലയുടെ ചക്രമുടി അപ്പുറ സൈഡിലാണ് അതിൻ്റെ ബേസ് ക്യാമ്പ്. അവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രെക്കിംഗ് ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ചക്രമുടി ട്രെക്കിങ്. പച്ചപ്പിന്റെ ഒരു വ്യത്യാസം നല്ലൊരു ഭയങ്കര തെളിച്ചുള്ളൊരു പച്ചപ്പാണേ. അതുപോലെ ഇത് കണ്ടോ സാർ, ക്രീമൊക്കെ കണ്ടോ എല്ലാം ഉണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാർ ഡിസൈൻ ചെയ്ത് 1890 മുതൽ ഒരു 1900 വരെ 5 വരെയുള്ള പീരീഡിൽ അതെല്ലാം സെറ്റാവുന്നത്. കൊടും മരം വെട്ടിത്തെളിച്ച് ആ സമയത്ത് ഇവരിങ്ങനെയുള്ള നേച്ചർ കണക്റ്റഡ് ആയിട്ടുള്ള ഓവുചാലുകൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടു. അത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ്. അതുപോലെ തന്നെ ചോലവനങ്ങളുണ്ട്. ഞാനത് ചെല്ലുന്ന വഴിക്ക് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഈ വൈൽഡ് ആനിമൽസിന് സിറ്റ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും ഉള്ള സോണുകൾ അത്രയും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും കയറ്റി കയ്യിൽ വെക്കുകയല്ല ചെയ്യുന്നത്. ഇത് നമുക്കൊരു 10-30 സ്റ്റെപ്പ് കയറാനുണ്ട്. അതൊക്കെ പയ്യെ കയറി അതൊക്കെ മഴ പെയ്താൽ പണിയാവും. കൂലിയല്ലേ? അയ്യോ പെയ്യത്തില്ലായിരിക്കും. കുടയൊന്നും ഇല്ല അല്ലേ? പൊടിയുണ്ട്, മഴ പെയ്യുന്നുണ്ട്. ജസ്റ്റ് ആയിട്ടേ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടാ. ഞങ്ങൾ കുറച്ച് നാൾ കയറി ആ സ്റ്റെപ്പ് കയറി വന്നപ്പോഴേക്കും ചെറുതായിട്ട് മഴ പൊടിയുണ്ട്. അടിക്കും. നമ്മുടെ സ്റ്റെപ്പ് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ചോലവനം, മലയാളത്തിൽ പറഞ്ഞ ചോലവനം. ഇവിടെ ശരിക്കും വാട്ടർ സോഴ്സ് ഉണ്ട്, വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തപ്പം ഈ വൈൽഡ് ആനിമൽസിന് സിറ്റ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനുമുള്ള സോണുകളാക്കി ഇതിനെ കൺവേർട്ട് ചെയ്തവർ മാറ്റിയിട്ട് കൊടുത്തു. അത്രയും പ്ലാൻഡാണ്. ഇങ്ങനെ ഇത് മാറ്റി വയ്ക്കേണ്ട എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഈ ഡിസൈൻ? ഇതാ ഞാൻ പറഞ്ഞേ, ഈ പറഞ്ഞ പോലെ കൂടുതലും ഇതിൻ്റെ കൊളുന്താന്നുള്ളത്, ഏറ്റവും ടോപ്പാണ് നുള്ളുന്നത്. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടി, സെഗ്രിഗേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ പറയുന്ന ചോലവനം ശരിക്കും ഈ പറഞ്ഞ വൈൽഡ് ആനിമൽസിൻ്റെ സിറ്റിംഗ് റെസ്റ്റിംഗ് സോണുകളാണ്. വെള്ളത്തിൻ്റെ സോഴ്സ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാവും. ഇതിന് മുകളിൽ മേൽക്കൂര ഉണ്ടായിരുന്നു. അത് പോയതിന് ശേഷം അത് തിരിച്ച് വെച്ചിട്ടില്ല. എന്നിട്ട് ഇവിടെ സൂപ്പർവൈസറും അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറും എല്ലാം നിന്ന് വൈകുന്നേരം വെയിങ് മെഷീൻ വെച്ച് മെഷർ ചെയ്ത് ചെറിയ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥലമായിരുന്നു. ഇത്രയും നേരം നമ്മുടെ കാഴ്ച മൊത്തം ഇടത് സൈഡ്, ഈ മുഴുവൻ വലത് സൈഡ് ബ്യൂട്ടി മൊത്തം റൈറ്റിലേക്ക് മാറുകയാണ്. ഈ പോയിന്റ് ഇപ്പം മൂന്നാറിലെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 5 ടീ സോൺ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നിതാണ്. എന്ന് പറയുമ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ, ഒരു ഗാലറി, ക്രിക്കറ്റ് ഗാലറിയുടെ ഷേപ്പിലാണ് ഈ പറയുന്ന സ്പോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്കൊരു പടം വരച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ. ഇവിടെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ശരിക്കും നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. പറഞ്ഞതേ ഉള്ളൂ. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കേ, ഇങ്ങനെ ശരിക്കും ഒരു ബൗൾ ഷേപ്പിലാണ്. പക്ഷെ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ, എത്ര
വലിയ ക്ലൈമറ്റ് ചേഞ്ച് മോശമായ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കിട്ടാറുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് ഭയങ്കര നടുക്ക് കയറി നിന്നിട്ടൊരു ഫോട്ടോ അങ്ങനത്തെ ഒക്കെ ആഗ്രഹം. തേയിലക്ക് പൂവുണ്ട്, ഇത് പലരും അറിയുന്നില്ല. തേയിലയുടെ പൂവ് വണ്ടി കാണുന്നത് കായല്ലേ ഇത്? ഇതാണ് തേയിലയുടെ കായ. അകലെ കൂടി അവിടെ ആയിട്ട് ഒരു റോഡ് കാണാം കേട്ടോ. നമ്മൾ ഇന്നലെ മൂന്നാറിന് ദേവികുളം വഴി നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് ചെന്ന് കയറിയ റോഡാണ് കേട്ടോ കാണുന്നത്. അതിൽ കാണാം അവിടെ നമ്മുടെ ചക്രമുടി, അതിൽ നമ്മൾ ഗ്യാപ്പ് റോഡിൽ കയറുന്ന റോഡ്. ഈ മരം എന്ന് പറയുന്നത് റെഡം എന്ന് പറയുന്നത് നമ്മൾ റെഡം പോസ്റ്റ് ഓഫീസിലൊക്കെ ഉള്ള പശയില്ല, ചുമന്ന ആ പശ ജനറേറ്റ് ചെയ്യുന്നത്. പശ വിട്ടിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കും. അതിനുള്ള അങ്ങനത്തെ ഒരു മരം ഇപ്പൊ പോസ്റ്റ് ഓഫീസിലും ഔട്ട്ഡേറ്റഡ് ആയി റെഡം എന്ന് പറയുന്ന മരം. ചുന്തിരിപ്പൂവിന്റെ വെറൈറ്റി ചുന്തിരിക്കാട് കളർ അധികം ചേഞ്ച് ഇല്ല എന്നുള്ളത്. ഇവിടെ കുറച്ച് ഡാർക്ക് കളറുണ്ട്. അതേ ഒരു വയലറ്റ് സൂപ്പറാണ്. അടിപൊളി. ആ ഇത് ഫൗണ്ടനോ? അടിപൊളിയാണല്ലോ. ആ പൈപ്പ് ഹോൾ ഇട്ടേനുണ്ടോ? ഹോൾ ഇട്ടേനാണ് വീണേക്കണോ? ഫൗണ്ടൻ പോലെ ഉണ്ട്. ഫൗണ്ടൻ അപ്പോൾ നമ്മൾ തിരിച്ച് നടന്ന് ഏകദേശം നമ്മൾ രാവിലെ തിരിഞ്ഞു പോയ സ്ഥലം വരെ എത്തിയിട്ടാ. ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിലിറങ്ങിയിട്ടാണ് നമ്മൾ ആ സ്റ്റെപ്പ് കയറി അതിൽ തോട്ടങ്ങളൊക്കെ കറങ്ങി നമ്മൾ തിരിച്ച് പോയി ഇതിൽ കയറി വന്നു. ഇപ്പോൾ സമയം ഒരു 7:35. നമ്മൾ 6:30 എന്ന് പറഞ്ഞിട്ട് 6:30 കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 6:45 ഉണ്ടാവും തോന്നണം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറക്റ്റ് സമയം നോക്കിയില്ല. ഇപ്പോൾ എന്തായാലും ഒരു 7:35 ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 5 മിനിറ്റ് മതി തോന്നുന്നു റൂമിലേക്ക്. ഞാനുണ്ടായിരുന്നു. മഴ മുറുകാഞ്ഞാരം കുഴപ്പമുണ്ടായില്ലേ? നല്ല രസമായിരുന്നു. ആ സ്റ്റാർട്ടിങ്ങിൽ പോലെ തന്നെ നിന്ന് മഴ കൂടിയില്ല. കൂടിയെങ്കിൽ ഒന്നും ചെയ്യാനില്ല, കാരണം കയറിക്കാനൊന്നുമില്ല അവിടെ. പക്ഷെ ഇങ്ങനെ ചാറി തന്നെ നിന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. തണുപ്പില്ല. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേ അടുത്തേക്ക് എത്തിയിട്ടാ. നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് വ്യൂ. ഇതാണ് നമ്മുടെ റോഡിൽ നിന്നുള്ള വ്യൂ. എവിടെയാണ് നമ്മുടെ സ്റ്റേ. അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഫ്രണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അത് തന്നെയാണ് നമ്മുടെ ഓണറുടെ വീട്. പുള്ളി താമസിക്കുന്ന അവിടെ തന്നെയാണ്. ഈ 2 ബിൽഡിങ്ങും ഒരുപാട് 100 ചില വർഷം പഴക്കമുള്ളതാണ്. ഇത് 2ഉം ബ്രിട്ടീഷുകാർ പണിതാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ പണിതേണ്ട ടൈപ്പ് നമ്മുടെ സുർക്കി മിശ്രിതമൊക്കെ ഉപയോഗിച്ച് പണിതേക്കുന്നതാണ് ഈ 2 ബിൽഡിങ്ങും. അടിപൊളിയാണ് കേട്ടോ. ഗാർഡനൊക്കെ സൂപ്പറാണ്. ഈ ഫ്രണ്ടൊക്കെ അറേഞ്ച് ചെയ്താണ് നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം. ആ ഓക്കെ ഓക്കെ. ഈ എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞ ബിൽഡിങ്? 105 വർഷം. മിനിമം 105 വർഷം. ബ്രിട്ടീഷുകാരുടെ കൺസ്ട്രക്ഷനാണ്. സുർക്കി എന്ന് പറയുന്ന പുസ്തകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഫോറിനേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. കോവിഡ് വരുന്നത് വരെ, അതായത് 2020 മാർച്ച് വരെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്നിരുന്ന ഒരു സ്പേസ് ആയിരുന്നു. പക്ഷേ അത് പറഞ്ഞ പോലെ അൺഫോർച്ചുനേറ്റ്ലി കോവിഡിൽ മുങ്ങി. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. കയറിക്കോ. എടുക്കാം. ഫസ്റ്റ് ഞാൻ പോരാ. അപ്പോൾ നമ്മളിതേ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ടാ. റൂമിൽ ഇവിടെ ഈ സൈഡിലൊരു വിൻഡോ ഉണ്ട്. ഇവിടെ നമുക്ക് തേയിലയുടെ ഒക്കെ നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇപ്പുറത്താണ് നമ്മുടെ ബാൽക്കണി. അബി എങ്ങനെ ഉണ്ടായിരുന്നു? മഴ കാരണം അബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇത് എങ്ങനെ ഉണ്ടായി മോർണിംഗ് വാക്ക്? മഴ ഉണ്ടായെങ്കിലും വലിയ കുഴപ്പമുണ്ടായില്ലല്ലേ? ഓക്കെ. ഇതാണ് ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ഇപ്പോഴും ആ മഴയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത്തിരി കൂടി.
ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഇത്രയും ശക്തമായിരുന്നില്ല, ഇതിലും ഇത്തിരി കുറവായിരുന്നു. ഇപ്പോൾ ഇത്തിരി കൂടിയും ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ താഴെ കൊടുക്കാം. ഫുൾ താല്പര്യമുള്ളൊരു പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. ബോട്ടിൽ ബ്രഷ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.